അമ്മഴക്കേമാ സണ്ണിക്കുട്ട. അപ്പൊ നേരെ ആ സീനിൽ നിന്ന് അതേപടി ഇങ്ങനെ കൊണ്ടുവച്ച ശ്രീദേവിയുടെ മുമ്പിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മണിച്ചിത്രത്താഴ് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, ലാസ്റ്റ് ഷോട്ടിൽ ഓടിയെത്തുന്ന ഇതിൽ ചുമന്ന സാരിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ആ ഷോട്ട് എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ടാറ്റ കൊടുക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചതാ, ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചിരുന്നു ഫാസിൽ സാറിനോട് ഒരു ടാറ്റ വേണ്ടേ എന്ന്. അതൊന്നും വേണ്ടെന്നാണ് ഫാസിൽ സാർ പറഞ്ഞത്. ഞാൻ ഇതുവരെ ഒരു സിനിമയിൽ പോലും സ്ലീവ്ലെസ്സും കൂടി വെച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിലും ഇട്ടിട്ടില്ല. എൻ്റെ മനസ്സാണ് ഞാൻ പറയുന്നത്. അത് ഇട്ടവർ കൊള്ളൂല എന്നല്ല, ഞാൻ ഒട്ടും അങ്ങനെ ഗ്ലാമറസ് അല്ല. ഇത്ര ക്യൂട്ടായിട്ടൊരു പ്രപ്പോസൽ സട്ടിൽ വേല് പറഞ്ഞിട്ടും ശ്രീദേവി തിരിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ മാം ഇവിടെ ഇരുന്നിട്ട് ശ്രീദേവി ആയിക്കൊണ്ട് ആ ഡയലോഗിന് ഒരു മറുപടി. ഒരുപാട് എന്നെയും പരീക്ഷിച്ചില്ലേ, അതുപോലെ ഞാനും ഒന്ന് സണ്ണിയെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ലാലേട്ടൻ തീർച്ചയായിട്ടും ഒരു കോംപ്ലിമെന്റ് തന്ന് കാണുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ശ്രീദേവിയെ മാത്രമേ ഓർമ്മ വരുന്നു, നിങ്ങളെ കാണുമ്പോൾ മണിച്ചിത്രത്താഴ് മാത്രമേ ഓർക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ ഇന്നും. ഹായ് ഹലോ എവറിബഡി, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ്. ബിക്കോസ് ഐ എം ടു എക്സൈറ്റഡ്. കാരണം ഇന്നത്തെ ഈ ഒരു ഗസ്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ എത്ര കണ്ടാലും, അതിപ്പോൾ മിനി സ്ക്രീനിലായാലും ബിഗ് സ്ക്രീനിലായാലും എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു ആർട്ടിസ്റ്റാണ്. സോ വിത്ത് എ ഹ്യൂജ് love and respect, may I welcome Vinaya Prasad on to our show. Hi ma'am. ഹലോ, വെൽക്കം. എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നപ്പോൾ എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഇപ്പോൾ മണിച്ചിത്രത്താഴിൻ്റെ റിലീസ് ഒരു സ്പെഷ്യൽ ഷോ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ആ സീനിൽ നിന്ന് അതേപടി ഇങ്ങനെ കൊണ്ടുവച്ച ശ്രീദേവിയുടെ മുമ്പിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ലാസ്റ്റ് സീനിൽ ഒരു റെഡ് സാരി കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഓൺ പേർപ്പസ് ഇട്ടതാണോ? പേർപ്പസ്ലി തിരഞ്ഞെടുത്ത് ഇട്ടതാണ്. ഇട്ടതാണ്. മണിച്ചിത്രത്താഴ് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, പലവരും പറഞ്ഞിരുന്നു, ലാസ്റ്റ് ഷോട്ടിൽ ഓടിയെത്തുന്ന ഇതിൽ ചുമന്ന സാരിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ആ ഷോട്ട് എപ്പോഴും ഓർക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4K റെസൊല്യൂഷനിലുള്ള ഈ മണിച്ചിത്രത്താഴിനെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പം എൻ്റെ വാർഡ്രോബ് തപ്പി നോക്കിയിട്ട് ഒരു റെഡ് സാരി തന്നെ വേണം, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള വിത്ത് പച്ച ബോർഡർ ഉണ്ട്, അതിൽ ചെറിയൊരു ബോർഡർ ഉണ്ട്, അതുപോലത്തെ സാരി തന്നെ വേണമെന്ന് ഞാൻ തപ്പി നോക്കിയിട്ടാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് ഒക്കെ താഴെ ഇരുന്നപ്പോൾ നമ്മൾ പറയുന്നു, എടാ മാം ഇട്ടിട്ട് പോയിട്ടുള്ള ഈ സാരിയില്ലേ, നമുക്ക് ഇത് കഴിവ് നമുക്ക് നോക്കാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഓക്കെ, ഇത്ര സിൽക്ക് അല്ല, അത് ചെറിയ ബോർഡറാണ്. ആ ഓടി വരുന്ന സീനിനെ പറ്റിയിട്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് ഫാസിൽ സാർ പറയുമ്പോ മാം തന്നെ പറഞ്ഞു ആ കഥ. ഞാൻ പറയൂ എന്താണ് കഥ, അത് ശരിയാണോ നേരെയാണോ അല്ലേ എന്നുള്ളത് ഓക്കെ. ഞാൻ കേട്ടത് ഫാസിൽ സാർ ഇങ്ങനെ ഓടി വരും അവിടുന്ന് വിനയ എന്ന് പറയായിരുന്നു. അപ്പൊ യു ഡിഡ് നോട്ട് ഹാവ് എനി ക്ലൂ, എന്തിനാ ഞാൻ ഓടുന്നത്, വെറുതെ ഓടിയതാ. ലാസ്റ്റ് സിനിമ കണ്ടപ്പോഴാണോ ഓ ഇത് ഇങ്ങനെ റെലവൻസ് ഉള്ള സീനാണ് ഇല്ലേ എന്ന്. ശരിയാണ്, ശരിയാണ്. ഒന്ന് ഓടി വരണം, ഒന്ന് നോക്കിക്കൊണ്ട് ഓടി വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെയാ നോക്കിക്കൊണ്ട് ഓടി വരേണ്ടത്, ആരെയാ നോക്കിക്കൊണ്ട് വരേണ്ടത്, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ചെറിയ സ്മൈലിലാണ് വേണ്ടത്, ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ്, ഇതിലാണ് ഓടി വരുന്നത്. ഒരു പോസിറ്റീവ് ഇതാണ്. അപ്പൊ നോക്കിക്കൊണ്ട് ഓടി വരണമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഓടിയെത്തിയത്. അപ്പോൾ അതിൽ ഒരു ചെറിഞ്ഞ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടാറ്റ കൊടുക്കായിരുന്നില്ലേ? വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചതാ, ഞാൻ ചോദിച്ചിരുന്നു ഫാസിൽ സാറിനോട് ഒരു ടാറ്റ വേണ്ടേ എന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇത് വേണ്ട, എന്തെങ്കിലും സിയു എന്നുള്ളതൊക്കെ അന്നത്തെ കാലത്ത് കൂടുതലൊന്നും ഇല്ല. അത്രയും ബോൾഡ് ക്യാരക്ടർ ഒന്നും അല്ലല്ലോ, വീട്ടിൽ കഴിയുന്ന കുട്ടിയാണല്ലോ. അപ്പോൾ ഒരു ടാറ്റ ചോദിച്ചിരുന്നു. ഒരു കൈയെങ്കിലും ഇങ്ങനെ പൊക്കാൻ ശ്രമിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് കൈ താഴെ ആക്കണോ, ഇതൊക്കെ ചോദിച്ചിരുന്നു. അതൊന്നും വേണ്ടെന്നാണ് ഫാസിൽ സാർ പറഞ്ഞത്. ഒന്നും വേണ്ട, വെറുതെ ഒന്ന് നിന്നാ മതി. വിനയുടെ സജഷനിൽ കാറ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്
അവസാനത്തെ ഷോട്ടിൽ എനിക്ക് മനസ്സിലായത്. അതാണ് അപ്പൊ ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഒന്നുമല്ല, അത് ഇടയ്ക്കിൽ തൃപ്പൂണിത്തുറ പാലേസിൽ വെച്ച് ഷൂട്ടുള്ളപ്പോൾ ആ ഷെഡ്യൂൾ ഉള്ളപ്പോഴാണ് അവിടുത്തെ ലാസ്റ്റ് ഷോട്ടായിരുന്നു. അതല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ നാഗർകോവിൽ പോയി അവിടെ ശോഭനയുടെ ഡാൻസ് പിന്നെ അവിടെയൊക്കെ കാണുന്നില്ലേ, ആ ക്ലൈമാക്സ് ഒക്കെ കാണുന്നില്ലേ, അതൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ കൈപൊക്കിനെ ഇത് പറഞ്ഞപ്പോ ഫാസിൽ സാർ പറഞ്ഞു അതുപോലും വേണ്ട പറഞ്ഞു. ഞാൻ പലപ്പോഴും ഈ സിനിമ കാണുമ്പോൾ ആലോചിക്കും, ഇത്ര ക്യൂട്ടായിട്ടൊരു പ്രപ്പോസൽ സട്ടിൽ വേല് പറഞ്ഞിട്ടും ശ്രീദേവി തിരിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ മാം ഇവിടെ ഇരുന്നിട്ട് ശ്രീദേവി ആയിക്കൊണ്ട് ആ ഡയലോഗിന് ഒരു മറുപടി പ്ലീസ് നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പറയൂ. അല്ല, ഇപ്പൊ വിനയ പ്രസാദായിട്ട് വേറൊരു പുതിയ ശ്രീദേവി ആയിട്ട് എനിക്ക് പറയാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ശ്രീദേവി ആയിട്ട് ഒരിക്കലും പറയാനൊന്നും പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കഥയിൽ വെച്ച് നോക്കുമ്പം ഇപ്പോൾ സണ്ണി അവരുടെ ഇഷ്ടം ശ്രീദേവിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ബ്രാഹ്മൺ തറവാടാണ്. സണ്ണി ക്രിസ്ത്യനാണ്. അച്ഛൻ സമ്മതിക്കുവോ അമ്മ സമ്മതിക്കുവോ എന്നുള്ള എല്ലാ സംശയങ്ങളും ഉണ്ടാവും അല്ലേ? ഒന്ന് ആലോചിക്കൂലേ ശ്രീദേവി? പക്ഷെ അവിടെ ആ ഷോട്ടിൽ വെച്ച് ആലോചിച്ചില്ല. കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഉണ്ടായത്, പിന്നെ ഒരു തൃപ്തഭാവം, ഒരു നാണം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുമ്പം ശ്രീദേവി അങ്ങനെ ബോൾഡ് ക്യാരക്ടർ ഒന്നും അല്ല, ഒരു പാവം നാടൻ സ്ത്രീയാണ്. അപ്പോ അങ്ങനെ പെട്ടെന്നൊന്ന് മറുപടി പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കണ്ണുകൊണ്ട് മാത്രമേ ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ? അതെ അതെ. അപ്പൊ ഇപ്പോഴത്തെ വിനയ പ്രസാദ് ഇപ്പോഴത്തെ ശ്രീദേവി ആയിട്ട് ഒരു മറുപടി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ വേണേ എന്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് വരാം, ഞങ്ങള് നസ്രാണികൾക്ക് ചൊവ്വാദോഷത്തിലൊന്നും വിശ്വാസം ഇല്ല, ഞങ്ങൾ ഡയലോഗ് ഒന്ന് പ്ലേ ചെയ്യണോ ആ ഒരു മൂഡ് കിട്ടാൻ? ഇല്ല കുഴപ്പമില്ല, എനിക്കറിയാം, കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഞാനിത് ചിന്തിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഒരു പുതിയ 4K ശ്രീദേവി ആവുമ്പം ഒരു മറുപടി നോക്കട്ടെ, ഒരുപാട് എന്നെയും ഇത് ചെയ്തില്ലേ, പരീക്ഷിച്ചില്ലേ, അതുപോലെ ഞാനും ഒന്ന് സണ്ണിയെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, എന്നിട്ട് എനിക്ക് ഒരു തൃപ്തി അതിൽ കിട്ടിയാൽ മാത്രമേ എൻ്റെ യെസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. അടിപൊളി. ഇപ്പൊ പറഞ്ഞു ഒരുപാട് തവണ ഈ ഡയലോഗ് കേട്ടതാണ് പറഞ്ഞല്ലോ മാം ആക്ച്വലി എത്ര തവണ മനുഷ്യത്താഴ് കണ്ടിട്ടുണ്ട്? എത്ര പ്രാവശ്യം ടി വിയിൽ വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആണോ? അതായത് ഒരു 100-200 വട്ടത്തിന് മേലെ കണ്ടിട്ടുണ്ടാവും. ആണോ? അതെ അതെ. കൊച്ചു കുട്ടികളോടൊപ്പം കണ്ടിട്ടുണ്ട്, പിന്നെ മിഡിൽ ഏജ്, പിന്നെ യങ്സ്റ്റേഴ്സ്, പിന്നെ എൽഡേഴ്സ്, എല്ലാ ഏജ് ഗ്രൂപ്പിന്റെ കൂടെയും ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. എനിക്കതാണ് അതിശയാവുന്നത്. ഈ കൊച്ചു കുട്ടികൾ പോലും, ഒരു 5-6 കൊല്ലത്തിൻ്റെ കുട്ടികൾ പോലും എന്നോട് പറയുന്നുണ്ട്, മണിച്ചിത്രത്താഴ് അഭിനയിച്ച ആൻറ്റിയല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എടാ നീ കണ്ടോടാ, നീ പേടിയായിരുന്നു ഉണ്ടായില്ലേ, എന്തടി ഇങ്ങനെയൊക്കെ പറയുന്നത്, നന്നായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് അതെന്താ മനസ്സിലാവത്തെ? നല്ല കഥയാണല്ലോ, ഇഷ്ടമായിരിക്കുന്നു എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. പിന്നെ ഈ കോളേജ് ഗ്രൂപ്പ്, ഒരു ടീനേജ് ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്തോ ഒരു അനാലിസിസ് ആണ് ഉള്ളത് ഈ സിനിമയെക്കുറിച്ച്, ഒരു സൈക്കിക് വൈബ്രേഷൻസിനെ കുറിച്ച്. പിന്നെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ, എങ്ങനെ എഴുതി ഈ കഥ എഴുതിയവർക്ക് ഈ ആദ്യത്തെ തോട്ട് എങ്ങനെ എവിടെ നിന്ന് കിട്ടി? പിന്നെ അവർ കുറേ പഴയ ഹോളിവുഡ് മൂവിയൊക്കെ തപ്പി നോക്കിയിട്ടുണ്ടെന്ന്. ഇത് എവിടെന്നെങ്കിലും എടുത്ത ഒരു ഐഡിയ ആണോ എന്നുള്ളത്. പക്ഷേ ഫോറിൻ ഫിലിംസിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഐഡിയ എടുക്കാനായിട്ട് ഒരു നാഗവല്ലി, ഒരു ഇതുപോലത്തെ ഒരു ഹിസ്റ്ററി, ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ലല്ലോ. അപ്പൊ അതല്ല, പക്ഷെ വേറെ എന്തെങ്കിലും ഒരു ഇതിൽ നിന്ന് ഒരു എന്താ പറയുക ഇൻസ്പയർഡ് ആയിരിക്കുമോ എന്ന് പഴയ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്, പഴയ സിനിമാസ് കണ്ടിട്ടുണ്ട്. അവർക്കൊരു സംശയം, എവിടെ നിന്ന് കിട്ടി ഇത്രയും? അപ്പോൾ ഇത് ഒറിജിനൽ ആണ് എന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ അതിൻ്റെ ഒരു അത്ഭുതം അവർക്ക് തോന്നിപ്പോയി.
അപ്പോൾ സി ദാറ്റ് ക്ലാസ് ടീനേജേഴ്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതുപോലെ അവർക്ക് ഞാനും തപ്പി പോയിട്ടുണ്ട്. ആ, അപ്പൊ അറിയാൻ ഇതുപോലെ ശ്രമിച്ചിരുന്നു. അറിയാൻ പറ്റിയത് ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണ് സ്റ്റോറി എന്ന് ആണ് കിട്ടിയത്. എന്നുള്ള ഇത്. അല്ലാതെ പിന്നെ മറ്റു എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ. പിന്നെ മണിച്ചിത്ര താഴ് എന്ന് പറയുന്നത് വെറും ഒരു സിനിമ അല്ല, ഒരു വലിയ സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഭവമാണ്. എവിടെ പോയാലും ശ്രീദേവി ശ്രീദേവി ശ്രീദേവി. ഈ ആദ്യ തുടക്കത്തിലൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, മണിച്ചിത്രത്താഴ് റിലീസായി വലിയ ഹിറ്റാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇത്രയും ഒരു ക്യാരക്ടർ ഇമ്പാക്റ്റ്, ഇത്രയും ഈ ക്യാരക്ടറിനെ കുറിച്ച് ഇത്രയും ഇത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരു കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് മഞ്ജു വാര്യറും ബാലചന്ദ്ര മേനോനും ഞാനും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം കുറേ ആൾക്കാർ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നിരുന്നു. പുറത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. ശ്രീദേവി ശ്രീദേവി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായില്ല ആരൊക്കെയോ വിളിച്ചോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനത് വിട്ടു. പിന്നെ മഞ്ജു ആണ് പറഞ്ഞത്, മഞ്ജു വാര്യർ ചേച്ചിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന് തിരിഞ്ഞ് നോക്കുന്ന്. അതെയോ എന്നെയോ? അപ്പോഴാണ് എനിക്ക് കയറിയത്, ഓ ഇത് മറ്റേ അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഇത് എത്രത്തോളം വൈറൽ ആണെന്നുള്ളത് നമുക്കറിയില്ല. സോ അങ്ങനെ പറ്റിപ്പോയത്. സി ദിസ് ഇസ് വൈ ഐ കോൾ ഇറ്റ് ആസ് എ സംഭവം. കൾട്ട് ക്ലാസിക് മാം. അപ്പൊ 31 years apart ഇന്നത്തെ യൂത്തിന്റെ ഒപ്പം ഇരുന്ന് മാം ഈ സിനിമ ഇന്ന് കാണുകയാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ ഓരോ സീൻ വരുമ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സീനിൽ വരെ ചിരി വരുന്നുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര പ്രെഡിക്റ്റഡ് ആണ്. ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും കയ്യടി, ഭയങ്കര ബഹളവും, അങ്ങനൊരു ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ഇന്നത് കാണുമ്പോൾ. അങ്ങനെ ഒരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് ഇന്ന് സിനിമ കണ്ടപ്പോൾ മാമിന് എന്താ തോന്നിയത്? ഞാൻ ഓർത്തത് ആദ്യം പ്രീമിയർ ഷോ, ഫസ്റ്റ് 31 years ബാക്ക് പ്രീമിയർ ഷോ ഞാൻ കണ്ടത് എറണാകുളത്ത് തന്നെ. ആ തിയേറ്ററിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അന്നത്തെ കാലത്ത് PVR, ഐനോക്സ് ഇതൊന്നുമില്ല, ഈ മൾട്ടിപ്ലെക്സസ് ഒന്നുമില്ല, 4K അല്ല, ഒന്നുമല്ല. ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് തിയേറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിലുള്ളതിൽ നല്ല ഒരു തിയേറ്ററിലാണ് ഈ റിലീസ് നടന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനുണ്ടായിരുന്നു പടം കാണാനായിട്ട്. ഒട്ടും പ്രതീക്ഷയില്ല, ആർക്കും ഒരു പ്രതീക്ഷയില്ല. എനിക്ക് പോലും അറിയില്ല മുഴുവൻ പടം എന്താണെന്നുള്ള കാര്യം, എനിക്കും അറിയില്ല. ഒരു ഊസി വീണാലും, ഒരു സൂചി വീണാലും നമുക്ക് കേൾക്കാം. അത്രയ്ക്ക് സൈലൻസ് ആയിരുന്നു, അത്രയ്ക്ക് സൈലൻസ്. എന്താണ്, ചിരി ഉണ്ടായിരുന്നു, അപ്പോൾ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രതീക്ഷയോടുള്ള ഒരു വിളിയോ ചിരിയോ കയ്യടിയോ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞട്ടിരുന്ന് നോക്കി എല്ലാവരും. എന്നിട്ട് അവസാനം കയ്യടിയാണ്. പിന്നെയാണ് ഞാൻ അറിയുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് പല ദിവസങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് ടിക്കറ്റ് ബുക്ക്ഡ് ആയിരിക്കുന്നു. എന്നിട്ട് പിന്നെയാണ് ഇപ്പോൾ 31 വർഷങ്ങൾക്ക് ശേഷം ഈ 4K റെസൊല്യൂഷനിന് മണിച്ചിത്രത്താഴ് കാണുമ്പോൾ ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും മ്യൂസിക് പോലും അറിയാം, റീ റെക്കോർഡിംഗ് അറിയാം, ഇതിന്റെ ഇമ്പാക്റ്റ് അറിയാം, പിന്നെ കിളി പോയത് അറിയാം, കിണ്ടി അറിയാം, എല്ലാം എല്ലാവർക്കും ഒരു എന്താ പറയാ മനപ്പാടം പോലെ. ആ ഡയലോഗ് കൂടി ഗംഗയെന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. ഇത് വീട്ടിലിരുന്ന് കാണുമ്പോഴും ഇതേപോലെയാണ്, മലയാളം അറിയില്ലാത്ത ആൾക്കാരും ഇതുപോലെയാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രതീക്ഷകളൊന്നുമില്ല. പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും സറൗണ്ട് സിസ്റ്റം കിട്ടുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ഇൻഫോംഡ് ആണ്. അന്ന് സിനിമയെക്കുറിച്ച് ആർക്കും, ജനറലി സിനിമയെക്കുറിച്ച് ആർക്കും അത്രയും കൂടുതൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇപ്പം അങ്ങനെയല്ല. ഏത് മോഡലാണ് ക്യാമറ, എവിടെയാണ് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്, ഹൈലൈറ്റ്സ് ഏതൊക്കെയാണ്, എപ്പോഴാണ് ക്യാമറ മൂവ് ആവുന്നത്, ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ അറിവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് എല്ലാവരും ഇന്നത്തെ സിനിമ കാണുന്നത്. പ്രത്യേകിച്ച് മണിച്ചിത്രത്താഴ് കാണുമ്പോൾ പിന്നെ ഒരു വ്യത്യസ്തത ഉണ്ട് ഇതിൽ. ഇപ്പോൾ ആദ്യം റിലീസായ മണിച്ചിത്രത്താഴ്, പിന്നെ ഇപ്പോഴത്തെ 4K. ഇപ്പോൾ നേരത്തെ ഹിറ്റായ സിനിമയാണ്, അതിന്റെ ഒരു പ്രീമിയർ ഷോ അല്ലേ? ഹിറ്റ് വീണ്ടും ഹിറ്റാവാൻ പോകുന്നു. വീണ്ടും ഈ സിനിമ ഹിറ്റ് ആവണം എന്നാണ്
എൻ്റെ ഒരു എന്താ വിഷസ്. വിശ്വാസം. അതെ അതെ. പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ശ്രീദേവി ആയിട്ട് വിനയ മാം വരാൻ കാരണം ഒരാളാണ്, നമ്മുടെ സ്വന്തം ഡോക്ടർ സണ്ണി അഥവാ ലാലേട്ടൻ. ശരിയല്ലേ? ശരിയാണ്. അതെങ്ങനെയായിരുന്നു ആ കഥ? ബാംഗ്ലൂരിൽ വെച്ച ഒരു കേരള സമൂഹം ആ. ഓണം ആഘോഷം, അതിൻ്റെ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1992 ഓണം ആ സമയത്തായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കന്നഡ പടം, ആദ്യത്തെ പടം റിലീസായിട്ട് സൂപ്പർ ഹിറ്റായിരുന്നു. ആ സമയത്താണ് മോഹൻലാൽജി അവിടെ ഒരു ആ പ്രോഗ്രാമിൽ പരിപാടിയിൽ, ഓണം പരിപാടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. ഞാനും വൺ ഓഫ് ദി ഗെസ്റ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാനും പോയിരുന്നു. അപ്പോൾ മലയാളം അറിയാമോ, തമിഴ് അറിയാമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. സാർ എന്ന് കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല. സാറിൻ്റെ ഫിലിംസ് ഞാൻ ഒരുപാട് കണ്ടിരുന്നു. ഓക്കെ, പനോരമ ഫിലിം ഫെസ്റ്റിവൽസിൽ, പിന്നെ ബാംഗ്ലൂരിൽ റിലീസാവുമ്പോൾ അന്നത്തെ ഇൻഡിവിജ്വൽ തിയേറ്റേഴ്സിലും ഞാൻ കണ്ടിരുന്നു. പിന്നെ ടി വിയിൽ വെച്ച് ഒരുപാട് ഇതല്ലേ, ഏതാ അവാർഡ് വിന്നിങ് ഫിലിംസ്, ഉള്ളടക്കം, കിരീടം, ഇതുപോലത്തെ സിനിമകളൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ എൻ്റെ ഇതിൽ പ്രസംഗിക്കുമ്പോൾ ഞാനത് പറഞ്ഞു. മോഹൻലാൽ സാർ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചേ സംസാരിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഫാസിൽ സാറിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ചെയ്യാം. പിന്നെ ഫാസിൽ സാറിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ, പിന്നെ മോഹൻലാൽ സാറിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇല്ല എന്ന് പറയുമോ? ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോകുമ്പോൾ ഫാസിൽ സാറാണ് ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞത്, ഇത് സജസ്റ്റ് ചെയ്തത് മോഹൻലാൽ സാറാണ്. ശ്രീദേവി എന്നുള്ള ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു നാടൻ പെൺകുട്ടി, ഈ ക്യാരക്ടറിന് വിനയ പറ്റിയ ഇതാണ്. എൻ്റെ മുഴുവൻ പേര് പോലും അറിയില്ലായിരുന്നു സാറിന്. വിനയ എന്നറിയാം, അവരെ കിട്ടുമെങ്കിൽ അവർ നല്ല സൂട്ടബിൾ ക്യാരക്ടർ ആയിരിക്കും, അങ്ങനെയാണ് പറഞ്ഞതെന്ന് ഫാസിൽ സാർ പറഞ്ഞു. ഒരു പ്രാവശ്യം പോലും മോഹൻലാൽ സാർ എന്നോട് ഞാനാണ് സജസ്റ്റ് ചെയ്തത്, അത് ഇത് ഒന്നും പറഞ്ഞില്ല. ഇല്ല. മാം, അപ്പൊ ഫൈനലി സിനിമ റിലീസായി, ഇത്ര ഹിറ്റായി, ശ്രീദേവി നമ്മുടെ മലയാളികളുടെ നെഞ്ചിലൊരു ഇടം പിടിച്ചു. അതായത് വേറെ ഭാഷയാണ് മദർ ടങ് എങ്കിലും ഞങ്ങളുടെ ആണെന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പം ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ തീർച്ചയായിട്ടും ഒരു കോംപ്ലിമെന്റ് തന്ന് കാണുമല്ലോ, ബിക്കോസ് ഹി ബ്രോട്ട് യു ആസ് ശ്രീദേവി. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മോഹൻലാൽ സാറിന് കണ്ടത്, ഒരു പരിപാടിയിൽ വെച്ച്. അങ്ങനെ കാണുമ്പോഴാണ്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ശ്രീദേവിയെ മാത്രമേ ഓർമ്മ വരുന്നു, നിങ്ങളെ കാണുമ്പോൾ മണിച്ചിത്ര താഴ് മാത്രമേ ഓർക്കുന്നു എന്നാണ് പറഞ്ഞത്. അതെ, അതൊരു കോംപ്ലിമെന്റ് ആണെന്ന് ഞാൻ തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു. അതെ. മണിച്ചിത്രത്താഴ് മാം മലയാളത്തിൽ ചെയ്ത 3ാമത്തെ സിനിമയാണ്. മാമിന്റെ ഇന്റർവ്യൂ ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അമ്മ എന്നെ കുത്തിയിരുത്തിയിട്ട് മണിച്ചിത്രത്താഴ് കാണിച്ചത്. അന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പം മാമിന്റെ ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. ഫൈനലി മീറ്റ് എന്നുള്ളൊരു ഇത്. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് പെരുന്തച്ചൻ കണ്ടു. പെരുന്തച്ചൻ കണ്ടപ്പം അതിൽ തമ്പുരാട്ടിയെ കണ്ടിട്ട് ഐ വാസ് ഓസ്ട്രക്ക്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെഴുതിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ അതില്? ഇതില് പെരുന്തച്ചൻ? ഇല്ല, മേക്കപ്പ് ഒന്നുമില്ല. പക്ഷെ കണ്ണ് നല്ല കണ്ണ് ഇതൊക്കെ എഴുതിയിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഫൗണ്ടേഷൻ, നത്തിങ്. ആ ബ്യൂട്ടിയാണ് അതില് കാണുന്നത്. അത് മാത്രമല്ല, അത് ശരിക്ക് ഉള്ളതിന് എൻഹാൻസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ള കഴിവുണ്ടായിരുന്നു. സന്തോഷ് ശിവൻ, ക്യാമറമാൻ സന്തോഷ് ശിവൻ, സിനിമാറ്റോഗ്രാഫർ, ഗ്രേറ്റ് സിനിമാറ്റോഗ്രാഫർ. എല്ലാ ഫിൽറ്റേഴ്സും അവരുടെ ലൈറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു 35mm റീൽസിൽ ഷൂട്ട് ചെയ്യുന്ന ഈസ്റ്റ്മൺ കളർ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. അതും അല്ലായിരുന്നു. കൊടക്കോ അല്ലെങ്കിൽ ഓർവോ ഫിൽമോ അങ്ങനെ ഏതോ ഒരു നെഗറ്റീവ്സിന്റെ പേര് ഉണ്ടായിരുന്നല്ലോ, കമ്പനി പേരാണ് ഞാൻ പറയുന്നത്. അതുപോലത്തെ ഇതിലാണ് എടുത്തത്. പക്ഷേ ലൈറ്റിംഗ്, എന്തൊരു ലൈറ്റിംഗ്! ഈ വെണ്ണ തേച്ച പോലെ ലൈറ്റിംഗ് എന്ന് പറയില്ലേ, ഇറ്റ്സ് എ ബട്ടറിഫൈഡ് വൺ ലെയർ ഓഫ് മോർ ബട്ടർ ഓൺ ദ സ്ക്രീൻ ഇറ്റ് സെൽഫ്. അങ്ങനെയാണ് അവരുടെ ലൈറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏത് സ്കിൻ ആയാലും അത്ര ഭംഗിയായി നിൽക്കും.
ആ ഒരു എനിക്ക് ശരിക്കും ആ ഒരു ഓല ഇരുന്ന് വായിക്കുന്ന ഒരു സീനില്ലേ, എനിക്ക് ശരിക്കും ഒരു സരസ്വതി ദേവിനെയാണ് എനിക്ക് ആ ഒരു മൊത്തത്തിലൊരു ആംബിയൻസ് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ, ഞാൻ ചോദിക്കാൻ വരുന്ന കാര്യം, ആദ്യം മലയാളത്തിൽ ചെയ്ത പെരുന്തച്ഛനിൽ തന്നെ കന്നഡയിൽ നിന്ന് വന്ന ഒരു നടിക്ക് ഇത്രയും, അതായത് അന്നത്തെ മലയാളം പറയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. ആൻഡ് മൂന്നാമത്തെ സിനിമയെ മണിച്ചിത്രത്താഴിലും ജെല്ലിക്കൂടെ കേട്ട് ആ ഡോക്ടറോട് പറ കുറച്ചും കൂടെ വിഷം എനിക്ക് കൂടെ. അപ്പൊ ഞാനിങ്ങനെ ലിപ്പാ നോക്കുന്നത്. എങ്ങനെ മാം ഇത്ര നന്നായി മലയാളം പറഞ്ഞു? പഠിച്ച് ബുദ്ധിമുട്ടായിരുന്നേ. ആദ്യം പെരുന്തച്ഛൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഒരു 3-4 വഴികളുടെ ഒരു ഇത് തന്നു. 3-4 വഴി എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. ഒരു മോണോലോഗ് പോലെ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു ഇതാണ്. എനിക്ക് ക്യാരക്ടർ ഗ്രാഫ് അറിയായിരുന്നു, പക്ഷെ മലയാളം ഒരു അക്ഷരം പോലും പറയാനും അറിയില്ല, മനസ്സിലാവുന്നുമില്ല, ഒട്ടും അറിയില്ല. ഞാൻ ഈ കണ്ട മലയാളം സിനിമാസ് ഒക്കെ അവാർഡ് വിന്നിങ് ഫിലിംസ് ആണ്. അതിലൊക്കെ സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. സബ് ടൈറ്റിൽസ് ഫോളോ ചെയ്തിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. മലയാളം ഒട്ടും അറിയില്ല. ആദ്യത്തെ ദിവസം ഈ കൊണ്ടൊക്കെ കെട്ടിട്ട് തമ്പുരാട്ടിയെ പോലെ ഇതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഡയലോഗ് തന്നു. ഈ ഡയലോഗ് പറയേണ്ട ഇത് എനിക്ക് വായിക്കാൻ പോലും കന്നഡയിൽ എഴുതി, പക്ഷേ എങ്ങനെ വായിക്കണം, അത് വഴങ്ങണ്ടേ, നാവും വഴങ്ങണ്ടേ, അതൊന്നും പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് സന്തോഷ് ശിവനെ മാത്രമേ മനസ്സിലാവുമായിരുന്നു ആദ്യത്തെ ദിവസം. കന്നഡ അല്ല, ഇംഗ്ലീഷ്. അല്ലാതെ വേറെ ആർക്കും ഇംഗ്ലീഷ് പോലും അറിയില്ലായിരുന്നു. എന്ത് ചെയ്യാന്നാ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്താണിതെന്ന്. അന്ന് പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഇത് ഒരു ദിവസം കൂടി എനിക്ക് തരാമോ, എനിക്ക് ഇന്ന് ഇത് പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ കുറച്ചൊന്ന് പഠിച്ചോളാം. അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഗൂഗിള് മറ്റേ ട്രാൻസ്ലേഷൻ അതൊന്നും മൊബൈലേ ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ബുക്ക് മേടിക്കാമെന്നാണ് ഞാൻ ആലോചിച്ചത്. ഒരു ബുക്ക് മേടിച്ചിട്ട് എന്തെങ്കിലും അത് വേർഡ്സ് കിട്ടിയാൽ, ഭാഗ്യത്തിന് അന്ന് രാത്രി ആ ഹോട്ടലിലേക്ക് MT വാസുദേവൻ നായർ സർ വന്നു. അവരാണല്ലോ സ്ക്രിപ്റ്റ് എഴുതിയത്. അവർ പിന്നെ ഇംഗ്ലീഷ് മേസ്ട്രോ ആണ്. സോ അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ ബുദ്ധിമുട്ട്, സാറേ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹെഡ് ആൻഡ് ടെയിൽ ഓഫ് ദിസ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് ടു മീ. അവർ എൻ്റെ ഒരു ഭാഗ്യം നോക്കിയാൽ 1.5 മണിക്കൂർ ഈ കഥ എന്താണ്, എൻ്റെ കഥാപാത്രം എന്താണ്, ഈ ഡയലോഗിൻ്റെ മീനിങ് എന്താണ്, പിന്നെ ഈ ഡയലോഗിൻ്റെ പങ്ക്ച്വേഷൻസ് എവിടെയൊക്കെയാണ് വേണ്ടത്, കോമ എവിടെയാ, പോസ് എവിടെയാ, ഫോഴ്സ് എവിടെയാണ്, ഇങ്ങനെയൊക്കെ. പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ഓരോ വാക്കും പറഞ്ഞു കൊടുത്തു, എനിക്ക് പറഞ്ഞു തന്നു. അത് ഓർത്ത് രാത്രി മുഴുവൻ ഞാൻ ഇത് ബൈഹാർട്ടാക്കിയിരിക്കുന്നു. ഈ ഡയലോഗ്സ് ഈ തന്ന 3-4 വരികളേ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായി ബൈഹാർട്ടാക്കിയിട്ട് അടുത്ത ദിവസം വലിയ കോൺഫിഡൻസോടെയാണ് പോയി നിന്ന് ഒരൊറ്റ ടേക്കിൽ ഓക്കെ ആക്കി. അന്ന് പിന്നെ അന്നത്തെ കാലം ഈ 2ാമത്തെ ടേക്ക് എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഫിലിം റോലാവുന്നുണ്ടല്ലോ, അപ്പോൾ വേസ്റ്റ് ആവുമല്ലോ. പിന്നെ അതെന്തോ ഒരു തെറ്റിക്കാണ്ട് പറയണം, പിന്നെ ലാംഗ്വേജ് നന്നായിരിക്കണം. അപ്പോൾ അന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, എവിടെ ഏത് ഭാഷയിൽ അഭിനയിക്കാനായിട്ട് പോയാലും അവിടുത്തെ ആ ഭാഷ കുറച്ചെങ്കിലും പഠിച്ചിട്ട് പോകണം എന്നാണ് ഞാൻ അന്ന് തീരുമാനിച്ചത്. പിന്നെ അന്ന് തന്നെ ബുക്ക് മേടിച്ച് കൊണ്ടുവന്ന് അന്ന് ഒരു ചെറിയ വാക്കുകൾ അതൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് നെടുമുടി വേണു സാറും പിന്നെ തിലകൻ സാറും. ഇവര് രണ്ടുപേരെയും ഇന്ന് സത്യം പറഞ്ഞ സിനിമയില് ആദ്യം ടൈറ്റിൽ കാർഡ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് മനസ്സിലൊരു വേദനയായിരുന്നു. ബിക്കോസ് ആ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത പകുതിയോളം ആൾക്കാരൊന്നും നമ്മുടെ ഒപ്പം വേദനയായിപ്പോയി. അയ്യോ, അത് ഭയങ്കര വേദന, സങ്കടമായിപ്പോയി. അപ്പം ഞാൻ ഇവരുടെ ഒപ്പമുള്ള ഒരു സ്വീറ്റ് മെമ്മറി മാമിനോടൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുമോ നമ്മളായിട്ട്? ഞാനോ? ലെറ്റ്സ് ബിഗിൻ വിത്ത് തിലകൻ സർ. നമ്മുടെ ആദ്യത്തെ സിനിമയിലും ഉണ്ടായിരുന്നു, 2ാമത്തെ സിനിമ മൂക്കില്ല രാജ്യത്തിലും ഉണ്ടായിരുന്നു, മണിച്ചിത്രത്താഴിലും ഉണ്ട്. ലെറ്റ്സ് ബിഗിൻ വിത്ത് തിലകൻ സർ. തിലകൻ സർ എപ്പോഴും പട്ടാള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവർ പട്ടാളത്തിൽ ഉണ്ടായിരുന്നത്രേ. ഓക്കെ, പിന്നെ അവിടെ വെച്ച് ഹിന്ദി
നല്ലോണം പഠിച്ചിരുന്നു. അപ്പോൾ ഹിന്ദിയിൽ വെച്ച് അവിടുത്തെ പട്ടാള കാര്യങ്ങൾ, അന്നത്തെ കാലത്ത് പട്ടാള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു മലയാളിയായിട്ട് ഹിന്ദി പറയുമ്പോൾ ഉണ്ടാവുന്ന ചില കോമഡീസൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അന്നത്തെ കാലത്ത് വേറെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് നമുക്ക് ലൊക്കേഷനിൽ വെച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഈ കഥകളാണ് നമുക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റും, പിന്നെ അത് മാത്രമല്ല ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽസ്. ഇപ്പോൾ ഈ കഥകളൊക്കെ പറയുമ്പം കുറേ മലയാളത്തിലും പറയുമായിരുന്നു, എന്നിട്ട് ഹിന്ദി ടു മലയാളം, മലയാളം ടു ഹിന്ദി, ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മലയാളത്തിൻ്റെ ആദ്യ വാക്ക് എനിക്ക് പഠിപ്പിച്ച് തന്നത്, ആദ്യ വാക്കെന്ന് പറഞ്ഞാൽ ചില വാക്കുകളൊക്കെ പഠിപ്പിച്ച് തന്നത് MT വാസുദേവൻ നായർ സർ, പിന്നെ തിലകൻ സാറായിരുന്നു. മലയാളത്തിലെ ഗുരുക്കന്മാരെന്ന് തീർച്ചയായും. പിന്നെ നെടുമുടി സാർ ഇംഗ്ലീഷ് നല്ലോണം ഇംഗ്ലീഷ് പറയുമായിരുന്നു. അവർ ഇംഗ്ലീഷിലും പിന്നെ തിലകൻ സാർ ഹിന്ദിയിലും എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, ഭയങ്കര നന്നായി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മലയാളിയെ പോലെയാണ് വിനയെ കാണാൻ, മലയാളി അല്ലാന്ന് പറയാനേ പറ്റുന്നില്ല എന്നൊക്കെ. ഞാനും കുഞ്ഞിലെ ഓർക്കുന്നത് ശരിക്കും മലയാളിയാണ്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ നിമിഷവും നെടുമുടി സാറും തിലകൻ സാറും അവരുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കൊതിയാവുമായിരുന്നു എന്നറിയോ, ഭയങ്കര ഇഷ്ടം. ഒരു വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ അവരെ കണ്ടുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഒരു എന്താ പറയാ, ഒരു ഇറ്റ് ഈസ് ദേ ആർ ഓൾ അഭിനയ വിസ്മയംസ്. ഡെഫിനറ്റ്ലി ലെജൻഡ്സ് മാത്രമല്ല, യു കനോട്ട് പ്രെഡിക്റ്റ് വാട്ട് ദേ വിൽ റിയാക്ട്. യു കനോട്ട് പ്രെഡിക്റ്റ്. ഒരു ക്ലോസപ്പ് വെച്ചാൽ ഒരു ചെറിയ അനക്കം, ഒരു ചെറിയ മുടി അനങ്ങുന്നത്, ഒരു ചെറിയ ഒരു നാക്കിൻ്റെ ഒരു തുമ്പിൽ ഇത് അനങ്ങുന്നത്, ഓരോ നെർവും പെർഫോം ചെയ്യുകയാണ്. റിയലി ഐ ഒബ്സർവ്ഡ് ഇൻ മെനി ഫിലിംസ്. ഓരോ നെർവ്സും ആക്ട് ചെയ്യുന്നു, ഓരോ കോർണർ ഓഫ് ദ ഫേസും ആക്ട് ചെയ്യുന്നു. പിന്നെ ഒരു മിഡ് ഷോട്ട് അല്ലെങ്കിൽ ക്ലോസ് ഷോട്ട് എന്ന് വെച്ചാൽ, മിഡ് ഷോട്ട് അല്ലെങ്കിൽ വൈഡ് ഷോട്ട് എന്ന് വെച്ചാൽ ബോഡി ലാംഗ്വേജ്, പിന്നെ പറയുന്ന ഡയലോഗ്സ്, അതിൻ്റെ മോഡുലേഷൻ, അതിൻ്റെ പുറത്തുമുണ്ടല്ലോ, ആ പുറത്തൊക്കെ എന്ത് ഭംഗിയാണെന്നോ. ഇന്ന് തന്നെ മണിച്ചിത്രത്താഴ് കണ്ടില്ലേ എന്ന് വടക്കേമോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സന്നി അടിക്കില്ലേ, ഒരു ഇങ്ങനെയുള്ള ഒരു അടി. ആ ഡയലോഗ് തിലകൻ സാറ് പറഞ്ഞാലേ കൊള്ളാവും, ഞാൻ പറഞ്ഞാൽ കൊള്ളാവില്ല. അത് അൾട്ടിമേറ്റ് മോഡുലേഷനിലാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുന്ന So it was a wonderful experience, wonderful journey with Thilagan sir and Nedumudi sir. നെടുമുടി സാറിന്റെ ഭാര്യയായിട്ടാണ് പെരുന്തച്ഛനിൽ അഭിനയിച്ചത്. പിന്നെ മണിച്ചിത്രത്താഴില് മകളായിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അടുത്ത പടത്തിലുണ്ട് കൊച്ചുമോളായിട്ട് വരുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ മധുര രാജ വരെ കുറേ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് നെടുമുടി വേണു സാറിൻ്റെ കൂടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ദേവർ ഓൾ എന്ത് പറയാൻ, ലെജൻഡറി ആർട്ടിസ്റ്റ് മാത്രമല്ല, ന ഭൂതോ ന ഭവിഷ്യത്തി എന്ന് പറയില്ലേ, ഇനി മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അവർ തന്നെയാണ്, അവർ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ക്ലൂ തരാം. ഒന്നുമില്ല, കുട്ടി ആടിക്കോളൂ, കുട്ടിക്ക് ഒന്നുമില്ല. Oh, how I miss him, and I'm sure all Malayalis will be missing him. Yes. Innocent sir. ഞാൻ ചോദിക്കട്ടെ മാം, അതായത് ഈ ഓപ്പോസിറ്റ് നിന്നിട്ട് ആ എക്സ്പ്രഷൻ തരുമ്പോ മാമിന് ചിരി വരുമായിരുന്നു? ഭയങ്കര ചിരി വരുമായിരുന്നു, ഭയങ്കര ചിരിയാ. പ്രത്യേകിച്ച് പേടിച്ച് ഈ കോടയൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഒരു അത്ഭുത അഭിനയമാണ്. ഇത് അഭിനയമാണെന്ന് പറയാനും പറ്റുന്നില്ല, ഇങ്ങനെയാണോ ആളെന്ന് ആലോചിക്കണം അല്ലേ. അത്രയ്ക്ക് സഹജമായിട്ടുള്ള വെരി നാച്ചുറൽ പെർഫോമൻസ് ആണ്. അല്ലാതെ പോലും ലാളനം എന്നുള്ള ഒരു പടത്തിൽ കൂന്നൂരിൽ വെച്ച്, ഊട്ടി കൂന്നൂർ, സിദ്ദിഖും സാറും ഞാനുമായിട്ടുള്ള ഒരു പടം. അന്ന് ബേബി ഷാമിലി കൊച്ചുകുട്ടിയാണ്. ആ പടം അത്ര ഓടിയില്ല, പക്ഷെ നല്ല സബ്ജക്റ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് അബൌട്ട് സറഗേറ്റ് മദർ, ഫോസ്റ്റർ മദർ, അതിനെക്കുറിച്ചുള്ള ഒരു സിനിമയായിരുന്നു.
അവിടെ വെച്ച് ഇന്നസെൻറ്റ് സാർ കുറേ അവർ കന്നഡ പഠിച്ചിരുന്നു കേട്ടോ, കുറച്ചൊക്കെ കന്നഡ അവർക്ക് അറിയായിരുന്നു. അത് തീപ്പെട്ടി ഫാക്ടറിയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് കർണാടകയിൽ വെച്ച് അവർ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഫാക്ടറിയിൽ വെച്ച്, തീപ്പെട്ടി ഫാക്ടറിയിൽ വെച്ച്. അപ്പോൾ അവർ പഠിച്ച കന്നഡയൊക്കെ എന്നെ കാണുമ്പോൾ കന്നഡയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നല്ല കന്നഡയായിരുന്നു. പിന്നെ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു കടയിൽ പോയിട്ട് അവർക്ക് കടുക് വേണമായിരുന്നു. കടുകിന് കന്നഡയിൽ സാസുവെ എന്നാണ് പറയുന്നത്. സാസുവെ. ഓക്കെ. ഇംഗ്ലീഷിൽ മസ്റ്റേർഡ്. പക്ഷെ പുള്ളിക്ക് അത് മസ്റ്റേർഡ് എന്ന് പറയാനൊന്നും അറിയില്ലായിരുന്നു. മസ്റ്റേർഡ് എന്ന് ചോദിച്ചാൽ അവർക്ക് കന്നഡയിൽ മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ചോദിക്കാനാ, താളിക്കുന്നത്, ചടപടാകുന്നത്, പൊട്ടുന്നത്, ആ സൗണ്ട്, എണ്ണ സൗണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കന്നഡ മലയാളമായിട്ടുള്ള ഈ കോമഡിയൊക്കെ നമ്മുടെ ഇന്നസെൻറ്റ് സാറിൽ നിന്ന് കുറേ പഠിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയിലെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി അവരാണ് എന്നോട് പറഞ്ഞത്. മണിച്ചിത്രത്താഴൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ മെമ്പറല്ല. ചിലപ്പോൾ അപ്പോൾ അമ്മ അത്രയൊന്നും ഇതിലൊന്നും ഇല്ല. 30 വർഷമല്ലേ, 30th ഇയറിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഇലക്ഷനിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിരുന്നു. അപ്പോൾ 30 years ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ന് പിന്നെയാണ് ഒരു പടത്തിനായിട്ട് വരുമ്പോൾ ഇന്നസെൻറ്റ് സാർ പറഞ്ഞത് ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കണം എന്ന്. അപ്പോൾ അവരതിലൊന്നും പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അതൊന്നും അല്ലായിരുന്നു. എന്നാലും അവർ നല്ല ആക്റ്റീവ് മെമ്പർ. എന്നിട്ട് ഒരു എലിഗൻറ്റ് കോമഡി എന്ന് പറയുന്നത് അത് ഇന്നസെൻറ്റ് സാറിലുണ്ടായിരുന്നു. ഒരു പൊളിറ്റീഷ്യനായിട്ട് പോകുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഫിലിം സ്റ്റാർസ്, MP-കളായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തൊരു കളിയാക്കിയിട്ട്, പക്ഷേ അതിൻ്റെ ഒരു പരിധിയിലാണ് എല്ലാം പറഞ്ഞിട്ട്. ഞാൻ അവിടെ പോയത് ഫിലിം സ്റ്റാർസിനെ കാണാൻ വേണ്ടിയല്ല. അവരുണ്ട്, എൻ്റെ ജോണറിനുള്ള മന്ത്രിമാരാണ്, അവരാണ്, MPs ആണ്, അവരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് അറിയാം എന്നുള്ള ഒരു നല്ല മെസ്സേജാണ് ഒരു കോമഡിയിലൂടെ കൂടി കൊടുത്തിരുന്നു. അതെ അതെ, അത് ദാറ്റ് വാസ് സംതിങ് ഫാന്റാസ്റ്റിക്. പിന്നെ ഇപ്പോഴും പൂന ബോംബെ വഴിയിൽ പോകുമ്പോൾ ലോനാവള എന്നുള്ള ഒരു ഇതിൽ വാക്സ് ഫിഗേഴ്സ് ഉണ്ട്. അതിൽ ഇന്നസെൻറ്റ് സാറിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. എന്ത് നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യെസ്, ബിക്കോസ് ഹി ഈസ് എ ലെജൻഡറി ആർട്ടിസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ. ദർ ഈസ് എ ക്യാൻഡിൽ ഇമേജ് ഓഫ് വാക്സ് ഇമേജ് ഓഫ് ഇന്നസെൻറ്റ് സർ. ഞാൻ അവിടെ പോയി കാണുമ്പോൾ അയ്യോ എനിക്ക് എന്തൊരു സന്തോഷം. അയ്യോ, ശിവാജി മഹാരാജ് അവരുടെ ഉണ്ട്, പിന്നെ ആരാ, പ്രതാപ് സിംഹ, ഇവരുടെ ഹിസ്റ്റോറിക്കൽ ഇതൊക്കെ ഉള്ളതാണ്. ഒപ്പം നമ്മുടെ ഇന്നസെൻറ്റ് സാറിൻ്റെ ഇതുണ്ട്, വാക്സ് ഫിഗർ ഉണ്ട് അവിടെ. കണ്ടിട്ട് സന്തോഷമായി പോയി. അഭിമാനം അല്ലേ? അഭിമാനം. പിന്നെ അടുത്തത് ഇനി മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ, അതായത് ഓൺ സ്ക്രീനിൽ നല്ല അസലായിട്ട് കഥ പറഞ്ഞ് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന നമ്മുടെ സ്വന്തം KPSC ലളിതാമാമിനെ പറ്റി. അവരോടൊപ്പം എൻ്റെ ലാസ്റ്റ് ഫിലിം ആമി ആയിരുന്നു. എന്ത് പറയാനാ, ഷീ വാസ് ലൈക്ക് ക്ലാസ്മേറ്റ് ടു മീ, എ ഫ്രണ്ട് ടു മീ, എ നെക്സ്റ്റ് ഡോർ പേഴ്സൺ ടു മീ. എല്ലാവർക്കും അങ്ങനെയായിരുന്നു. അവരെല്ലാവർക്കും അങ്ങനെയായിരുന്നു. വെരി വെരി ലവബിൾ വുമൻ. പിന്നെ പിഴക്കോഴി കൂകുന്ന നൂറ്റാണ്ട് എന്നൊരു പടം ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ 5 പേര്, ഊർവശി, കൽപ്പന, ഞാനുണ്ടായിരുന്നു, പിന്നെ ലളിത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5 പേരുടെ എന്തോ ഒരു കോമ്പിനേഷൻ ആണെന്ന് അറിയുമോ നമുക്ക്. എന്നും ഒരു ഫീസ്റ്റ് പോലെ. ഒരു ഈഗോ ഇഷ്യൂ ആർക്കും ഉണ്ടായിരുന്നില്ല. സീനിയർ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ലളിത ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് മലയാളത്തിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ലോയർ ക്യാരക്ടർ ആയതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് കയറ്റി പറയാനുള്ള ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മലയാളത്തിൽ എന്താകാമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ലളിത ചേച്ചിയാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. പിന്നെ ലളിത ചേച്ചിയുടെ ഒരു വ്യത്യസ്തത, അവർക്കൊരു സീരിയസ് ക്യാരക്ടർ, ഇമോഷണൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും സീരിയസ് ആണ്, ശരിക്കും ഇമോഷണലാണ്. കണ്ണിൽ കുറച്ചൊരു കുസൃതിയോ അതോ ഇതോ ഒന്നുമില്ലാണ്ട് അങ്ങനെയാണ് അവർ അതിനെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ മണിച്ചിത്രത്താഴ് വെച്ചുള്ള ആ സ്ത്രീ
ഒന്ന് കണ്ടില്ലേ, എന്തൊരു നോട്ടിയാ, കണ്ണിലൊക്കെ എന്തൊരു നോട്ടി ലുക്കാണ്. ബാസിരി. അതെ, എന്തൊരു നോട്ടി ലുക്ക് മാത്രമല്ല അഭിനയവും, എന്തൊരു ആ വോയിസും കൊണ്ടുള്ള മോഡുലേഷൻസും അത്ഭുതമാണ്. ഷീ ഈസ് സംതിങ് എക്സ്ട്രോർഡിനറി. ലളിത ചേച്ചിക്ക് ഈക്വൽ ആയിട്ട് ലളിത ചേച്ചി മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഷി വാസ് എ നോബിൾ ഹാർട്ടഡ് ലേഡി. ആക്സെപ്റ്റൻസ് എന്നുള്ളതുണ്ടല്ലോ. ചില സീനിയർ ആർട്ടിസ്റ്റിന് ചില പുതിയ ആർട്ടിസ്റ്റ് കയറി വരുമ്പം അത്ര ഒരു അടുക്കാറില്ല, ഒരു കംഫർട്ട് സോണ് തരാറില്ല. പക്ഷെ ലളിത ചേച്ചി അങ്ങനെയല്ല. പുതിയ ആർട്ടിസ്റ്റ് ആര് കയറി വന്നാലും ഒരു കംഫർട്ട് സോണാണ് തന്നത്. അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ്. ഇനി ഞാൻ അടുത്തതായിട്ട് നമ്മുടെ കുതിരവട്ടം പപ്പു സർ ലാസ്റ്റ് വന്നൊരു ഡയലോഗാണ്, അല്ല ചെമ്പൻകോട്ട ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ? ഹീ വാസ് അവർക്ക് കൂടുതൽ ഷൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല മണിച്ചിത്രത്താഴിൽ വെച്ച്. അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് അവിടെ കുറച്ച്, നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയാനും കൂടുതൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ സെറ്റിൽ വെച്ച് കണ്ടുമുട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പെരുന്തച്ഛനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. ഒരു ദിവസം കുറേ അനാലിസിസ് ഉണ്ടായിരുന്നു കുതിരവട്ടം പപ്പു സാറിൻ്റെ. അതിൻ്റെ സ്ക്രീൻ പ്ലേയെ കുറിച്ച്, പിന്നെ ഒരു ദേവി വിഗ്രഹത്തിന് ഒരു പ്രതിമയായിട്ട്, ഒരു മോഡലായിട്ട് ഇരുത്തിയ എൻ്റെ ക്യാരക്ടർ, അതിനെക്കുറിച്ച്, പിന്നെ അന്നത്തെ കാലത്തിൻ്റെ ആ സെറ്റ്, പിന്നെ MT സാറിൻ്റെ സ്ക്രീൻ പ്ലേയെ കുറിച്ച് എന്തോ ഒരു അനലിറ്റിക്കലായിട്ട് അവർ എന്നോട് സംസാരിച്ചത് എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഹി വാസ് എ സ്വീറ്റ് ഹാർട്ട്. അതാണ് ഈ മൺചിത്രത്താഴിൻ്റെ ഒരു വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, അവിടെ ആർക്കും ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റോ, ഞാനൊരു സീനിയർ ടെക്നീഷ്യനോ, ഞാനൊരു സീനിയർ ഡയറക്ടറോ അങ്ങനെയുള്ള ജാട ആർക്കും ഉണ്ടായിരുന്നില്ല. ഓൾ വെയർ ഡൗൺ ടു എർത്ത്, സിമ്പിൾ, കമ്മിറ്റഡ് ടു ദെയർ വർക്ക് ആൻഡ് ദ ബെസ്റ്റ് ഇൻ ഗിവിങ്. മാം, ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഈ മൺചിത്രത്താഴ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണ്. അപ്പോൾ അന്ന് ഈ സിനിമ റിലീസായപ്പം ലൈക്ക് വാട്ട് ഐ കുഡ് റിലേറ്റ് ഇസ്, അതായത് ഞാൻ എക്സാമ്പിൾ തരാം. നമ്മൾ ബാഹുബലി റിലീസായപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടപ്പം കട്ടപ്പയാണ് ബാഹുബലിനെ കൊന്നേന്നുള്ളത് ഒരു സീക്രട്ട് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് മൺചിത്രത്താഴ് കണ്ടിറങ്ങുന്ന ആൾക്കാർ ശരിക്കും മാടമ്പള്ളിയിലെ മനോരോഗി മാം ആണോ ശോഭന മാം ആണോ എന്നൊരു സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയായിരുന്നോ? അതായത് സിനിമ കണ്ടറിയട്ടെ എന്നുള്ളൊരു ഇത്. ഇല്ല, അങ്ങനെ അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ചെറിയ ചെറിയ പ്രോമോസ് എന്നുള്ളത് ഒരു ഇതുപോലത്തെ സീക്രസി ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല. എന്താണെന്ന് അറിയാത്ത ഒരു ഇതാണ്. പിന്നെ ഒരിക്കലും ശോഭനയുടെ ആ ലാസ്റ്റ് ഗെറ്റപ്പ് എവിടെയും കാണിച്ചിട്ടില്ല. പോസ്റ്ററിൽ മാത്രമേ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. പ്രോമോസിൽ വെച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പാട്ടിന്റെ ഒരു വഴി നമുക്ക് കേൾക്കാം. അല്ലാതെ നമ്മുടെ മോഹൻലാൽ സാറിന്റെ ഒരു ഓട്ടോ പോലെ അവരുടെ ഇൻട്രൊഡക്ഷൻ ഷോർട്സ് ഇല്ലേ, അതിന്റെ ചെറിയ ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലത്തെ പ്രൊമോസ് മാത്രം. അങ്ങനെ ക്യൂരിയോസിറ്റി എന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം. ഈ ക്യൂരിയോസിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തോ ഉണ്ട് ഇതിൽ നിന്നുള്ള ഒരു പ്രതീക്ഷ വന്നിരുന്നേനെ. ഒരു പ്രതീക്ഷ ഇല്ലാതെ ഞട്ടിക്കുന്ന ഒരു സിനിമയായി പോയി മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിലെ മാമിന്റെ ആദ്യം ഷൂട്ട് ചെയ്ത സീൻ എന്തായിരുന്നു? അമ്മാവ അന്ന് വിളിക്കില്ലേ, എന്താ അമ്മാവ എന്ന് ചോദിച്ചു ബാക്കിൽ നിന്ന് വരുന്ന അതായിരുന്നു ആദ്യത്തെ ഷോട്ട്. അതായിരുന്നു ആദ്യത്തെ ഷോട്ട്. ഞങ്ങള് ഇന്ന് തിയേറ്ററിൽ ശോഭന മാം ഇരുന്ന് ആ വാഹന ഇതിന്റെ ഇരുന്നിട്ട് പെർഫോം ചെയ്യുന്ന സീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പോയത് ശോഭന മാം പണ്ട് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവമാണ്. അതായത് ആൾക്കാർ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ദാറ്റ് പെർഫോമൻസ് വാസ് ഫ്രം ഹെർ ഇൻസൈഡ്. എന്നിട്ട് ലാസ്റ്റ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ട് മന്ത്രവാദമൊക്കെ ചെയ്തിരുന്നു എന്ന് അങ്ങോട്ട് പറഞ്ഞു എന്ന്. അപ്പം അങ്ങനെ ഒരു പെർഫോമൻസ് നേരി കണ്ട ആളാണ് മാം. അതെ, ആ എക്സ്പീരിയൻസ് ഗൂസ് ബംസ് ഒക്കെ അയ്യോ പറയണ്ട, അതൊന്നും ചോദിക്കണ്ട. അത്രയ്ക്ക് നല്ല പോയ ഇതാണ്. ഇത് കട്ട് ചെയ്ത് എടുത്താൽ പോലും, വേറെ ആംഗിൾസിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്താൽ പോലും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിരുന്നു. ഭയങ്കര എന്തൊക്കെയോ ഉണ്ട് ഇവിടെ നിന്ന്. മൊത്തത്തിൽ ഒരു പിക്ചർ ശോഭനയ്ക്കും ഉണ്ടായിരുന്നില്ല, എനിക്കും ഉണ്ടായിരുന്നില്ല.
ആർക്കും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ മോഹൻലാൽ സാറിനെ അറിയുമായിരിക്കും, സുരേഷ് ജിക്ക് അറിയായിരിക്കും, ഫാസിൽ സാറിനെ എല്ലാം അറിയാം, വേണു സാറിനെ എല്ലാം അറിയാം. അല്ലാതെ ആർക്കും മൊത്തത്തിൽ ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷേ ഓരോ ഷോട്ടിലും ചിലപ്പോഴൊക്കെ ശോഭനയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുമ്പം ഫാസിൽ സാറ് പലതും അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് ആദ്യം, ടിൽ ഷീ ഗോട്ട് ഇൻ ടു ദ ക്യാരക്ടർ. അല്ലെങ്കിൽ ശോഭനയ്ക്കും ഒട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് ഇത്, എന്താണ്, എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, പിന്നെ എന്താ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ചില 1-2 ഷോട്ട് കാണിച്ച് കൊടുത്ത ശേഷം പിന്നെ ആ ഒരു ഉഗ്ര ഇതില് ശോഭന ഇത് ചെയ്ത് തീർത്തി. മാം അപ്പൊ കട്ട് വിളിച്ചാലും എങ്ങനെയാണ് പെട്ടെന്ന് ഷീ ക്യാൻ കം ബാക്ക് ഇൻടു ശോഭന? ആൻഡ് ആക്ഷൻ വരണ ഉടനെ അതിലേക്ക് എത്തും. ഉടനെ ഇറ്റ്സ് എ സ്വിച്ച് ഓഫ് ആൻഡ് സ്വിച്ച് ഓൺ തിങ് ഫോർ ഹെർ. ആൻഡ് ഷീ ഈസ് എക്സ്ട്രോർഡിനറി. ഒരു കാര്യം ശോഭനയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തെറ്റായി പോകും. ആദ്യത്തെ ദിവസം ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഷോട്ടിന് റെഡിയായിട്ട് ഞാൻ സെറ്റിൽ വന്നു. വരുമ്പം എനിക്ക് ഈ മാനേജർ അല്ലാണ്ട് പിന്നെ എന്നെ വിളിച്ച മാനേജർ മോഹൻലാൽ സർ, ഇവരല്ലാതെ എനിക്ക് വേറെ ആരും പരിചയമില്ല അവിടെ. ഞാൻ അവിടെ പോയി നിന്ന് ആരെ എനിക്ക് അറിയുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു വോയിസ് തമിഴിലാണ് പറഞ്ഞത്. വാങ്ക വാങ്ക വിനയ പ്രസാദ് വാങ്ക, എനിക്ക് தெரியும் நீங்க வினயா பிரசாத், நீ இங்கே வாங்க, நான் இங்கே இருக்கேன், வாங்க இங்கே உட்காருங்க. യാറാ ഇത് ആരാണ് ഇത് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ശോഭന കണ്ണാടി പിടിച്ച് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരുന്നു. കണ്ണാടിയിലാണ് എന്നെ കണ്ടത്. എന്നിട്ടാണ് എന്നെ വിളിച്ചത്, നീ ഇവിടെ വാ, ഇവിടെ ഇരിക്കൂ. എൻ്റെ കൺഫ്യൂഷൻ അവൾക്ക് മനസ്സിലായി, ശോഭനയ്ക്ക് മനസ്സിലായി. ഞാൻ പോയി ഒരു ഹഗ്ഗാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ 1-2 തെലുഗു സിനിമയിൽ ഇവരെ കണ്ടിരുന്നു, ശോഭനയെ കണ്ടിരുന്നു, ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു, ഭയങ്കര ഹോംലിയാണ്, പക്ഷെ ഈ ഒരു കംഫർട്ട് സോൺ എനിക്ക് തരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അന്ന് തൊട്ട് ഈ സിനിമ അവസാനം വരെ നമ്മൾ ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് പോയത്, സംസാരിച്ചത്. എന്തൊരു നല്ല വെരി ലവ്ലി മൊമെന്റ്സ് വി ഹാവ് ഷെയർഡ്. ആൻഡ് ഐ താങ്ക് ശോഭന in front of millions of people for giving me that comfort zone. I am quite sure ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത്. So how does she feel about the release? ദിസ് റിലീസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ തൽക്കാലം കോണ്ടാക്റ്റിലല്ല. എവിടെയോ 1-2 പ്രാവശ്യം എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു, അല്ലാതെ ഞാൻ ടച്ചിലല്ല. പക്ഷെ ഐ എം ഷുവർ മൈ വൈബ്സ് വിൽ റീച്ച് ഹെർ ആൻഡ് ഹെർ വൈബ്സ് വിൽ റീച്ച് മീ. ഷീ ഓൾസോ വുഡ് ഹാവ് വിഷ്ഡ് ദ ബെസ്റ്റ് ടു ദ മൂവി. ഓക്കെ, ഇനി ആക്ച്വലി മാമിനെ ഞങ്ങളുടെ ഒക്കെ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് അറിയുന്നത് മദർ ക്യാരക്ടേഴ്സ് ചെയ്യുവാണെങ്കിലും ഹ്യൂജ് വെറൈറ്റിയിൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ഓം ശാന്തി ഓശാനയില് വൈനാൻറ്റി, അതുപോലെ തന്നെ നമ്മുടെ വെൽക്കം ടു സെൻട്രൽ ജയിലിൽ കിടന്ന ഒരു അമ്മയുണ്ട്. എന്നാൽ ബാംഗ്ലൂർ ഡേയ്സിൽ ഭയങ്കര മോഡേൺ മദർ, 2 കൺട്രീസിലെ NRI മദർ. അപ്പം അത് കൃഷിക്കാരിയായ സാധാരണ ഒരമ്മ. എങ്ങനെയാണ് മാം അമ്മ വേഷങ്ങളിലായ പോലും തന്നെ ഇങ്ങനെ ഡിഫറെന്റ് വെറൈറ്റി ചൂസ് ചെയ്തെടുക്കുന്നത്? അത് എൻ്റെ മിടുക്കൊന്നും അല്ല. ക്യാരക്ടർ എഴുതുമ്പോൾ തന്നെ അത് റൈറ്ററിൻ്റെ മിടുക്കാണ്. അവരാണ് ആലോചിക്കുന്നത് ഇതിൽ വിനയ മാമാണ് വേണ്ടതെന്ന്. അതിലൊരു ചെറിയ സീക്രട്ട് പറഞ്ഞു തരാം. ഇതിൽ പലതും ഫ്ലാഷ് ബാക്ക് കട്ട്സ് ഉള്ള സീൻസ് ആയിരിക്കും എനിക്ക് കിട്ടുന്ന സിനിമ സ്ക്രിപ്റ്റ്സ്. ഫ്ലാഷ് ബാക്ക് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയും പിന്നെ പ്രസന്റ് സിറ്റുവേഷനിൽ കാണിക്കാൻ വേണ്ടിയും മേ ബി മൈ സ്ട്രക്ചർ സൂട്ട്സ് ദാറ്റ്. ഇപ്പോൾ 30 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പം ആ മെലിഞ്ഞ ഒരു 20-25 ഇയേഴ്സിൻ്റെ ഒരു സ്ത്രീ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ കൂടുതൽ മീരിക്കൊണ്ടൊരു കുഞ്ഞാടിലും അങ്ങനെയാണ്, അതെ, പിന്നെ 2 കൺട്രീസിലും അങ്ങനെയാണ്. കുറേ സിനിമ, കുറേ തെലുഗു സിനിമാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡയറക്ടറാണ് എന്നോട് പറഞ്ഞത്, കൂടുതൽ വണ്ണമില്ലാത്തത് ഒരു ഇതാണ്, നമുക്കൊരു വരമാണ്, നമുക്കൊരു സുറ്റബിലിറ്റി ആണ്. അതെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴാണ് ഞാനും ഓർത്തത്, അതാണല്ലേ
അപ്പോൾ ശരി. സോ ആ ഒരു വ്യത്യസ്തത കിട്ടുമ്പോഴാണ് ഡയറക്ടേഴ്സ് പിന്നെ റൈറ്റേഴ്സ് ഓർക്കുന്നത് ഇത് വിനയ മാം ഉണ്ടെങ്കിൽ ഇത് നന്നായിരിക്കും എന്നാണ്. ഈ കാര്യം പറഞ്ഞപ്പോ ഇനി നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കേണ്ട യാതൊരു നിവർത്തിയില്ല. അതായത് 25 വയസ്സുള്ള യുവതിയായിട്ടും 55 വയസ്സുള്ള അമ്മയായിട്ടും എങ്ങനെയാണ് ഒരേപോലെ ഹാൻഡിൽ ചെയ്ത് അഭിനയിക്കാൻ പറ്റുന്നത്? അതായത് ഈ സൗന്ദര്യം എങ്ങനെയാണ് മാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങൾ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് എൻ്റേതല്ല, എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ജനറ്റിക്കലായിട്ട് എനിക്ക് ദൈവം തന്നതാണ്. അതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ എന്തെങ്കിലും ഒരു 1% ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ എനിക്ക് എടുക്കാം. തന്നോളൂ. അതെ അതെ, മെയിൻറ്റെയിൻ മാത്രമേ ഞാൻ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഹെൽത്തും സൂക്ഷിക്കുന്നു, പിന്നെ യോഗ ചെയ്യുന്നു. വർക്കൗട്ട് ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. 24 hours ഏതെങ്കിലും ഒരു 1 hour എൻ്റെ വർക്കൗട്ട് തീർച്ചയായും ഉണ്ടാവും. പിന്നെ ഓവർ ഈറ്റിങ്ങോ ബിഞ്ച് ഈറ്റിങ്ങോ പിന്നെ എന്താ പറയുന്നത് ജങ്ക് ഫുഡോ അതൊന്നുമില്ല. അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ഡയറ്റ് അങ്ങനെ ഒന്നുമല്ല. വെജിറ്റേറിയൻ ആണ്. പ്രോപ്പർ ഡയറ്റാണ് ഞാൻ ചെയ്യുന്നത്. പ്രോപ്പർ ഡയറ്റ്, നോട്ട് ഇംപ്രോപ്പർ ഡയറ്റ്, നോട്ട് റീഗറസ് ഡയറ്റ്, വെരി പ്രോപ്പർ ഡയറ്റ്, വെരി ടേസ്റ്റി നൈസ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന നമ്മുടെ കേരള ടൈപ്പ് ഫുഡ്. ഞാൻ ഉടുപ്പിക്കാരിയാണ്, ഉടുപ്പിയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ അവിടുത്തെ ഫുഡിൽ തേങ്ങ അതൊക്കെ കൂടുതലാണല്ലോ. അങ്ങനെയാണ് അതൊക്കെ വെച്ച് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര അവിയൽ തീയൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ ഫുഡാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പ്രിവ്യൂ ഉണ്ടായിരുന്നു രാത്രി. ഇപ്പൊ നമ്മള് ഇരുന്ന് 11:30 ഇന്റർവ്യൂ എടുത്തിട്ടിരിക്കുകയാണ്. ഇന്ന് മാമിന് വർക്ക്ഔട്ട് ചെയ്യാൻ സമയം കിട്ടിയോ? നാളെ കിട്ടും. ഇന്ന് കിട്ടി. രാവിലെ കിട്ടിയല്ലോ. 5:30 മണിക്ക് എണീറ്റിട്ടുണ്ട്. 6:30 മണി തൊട്ട് 7:30 മണി വരെ വാക്കിംഗ് ചെയ്തു. എന്നിട്ടാണ് കുളിച്ചിട്ട് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9 മണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന്. ഓ തീർച്ചയായും. എനിക്ക് വർക്കൗട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം മിസ്സായി പോലെ, ഭയങ്കര മിസ്സായി പോകുന്നു എന്നുള്ള ഒരു അത്രയും ഒരു ശീലിച്ചു പോയിരിക്കുന്നു. അതില്ലാണ്ട് പറ്റുന്നില്ല. എനിക്കത് വേണം, എനിക്കിഷ്ടം, നിർബന്ധമാണ്, എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. ഓ എൻ്റെ ഭർത്താവൊക്കെ ഭയങ്കര കളിയാക്കും. ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റായിട്ട് വിളിച്ചാൽ പിന്നെ അവരുടെ വീട്ടിൽ ഇതേ അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഇവർ ഷൂ ഒക്കെ ആയിട്ടാണ് വരുന്നത്, അപ്പൊ തന്നെ കറങ്ങുമാ ഇതില് എന്നാണ് കളിയാക്കുന്നത്. അങ്ങനെ വാക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടിക്കാലത്തൊട്ട് യോഗ ഒക്കെ പഠിച്ചത് കൊണ്ട് എന്നും യോഗ ചെയ്യും. ഒരു 1/2 മണിക്കൂർ യോഗ, പറ്റില്ലെങ്കിൽ 1 hour വാക്കിംഗ്. പക്ഷെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്തേ ഒക്കൂ. യെസ്. ഇതേപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കും ഇതേപോലെ സുന്ദരിയായി ഇരിക്കാവുന്നതാണ്. അതെന്താ കുറവുള്ളത്? ഇപ്പൊ നല്ല സുന്ദരിയാണ്. ഞാനും ഇങ്ങനെ വയസ്സായാൽ ഇതേപോലെ ഈ സൗന്ദര്യം അന്നുണ്ടാവും എനിക്ക് അറിയില്ലല്ലോ മാം. ഇനി താങ്ക് യു സോ മച്ച്. ഉണ്ടാവും തീർച്ചയായിട്ടും. ഐ വിഷ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, അമ്മ വേഷത്തിലുള്ള ക്യാരക്ടർ വെറൈറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി മാം അതായത് മാമിന്റെ യങ് ഏജിൽ ചെയ്തിട്ടുള്ളതും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ പെരുന്തച്ഛൻ്റെ ക്യാരക്ടർ എടുത്തോ. മൂക്കില്ല രാജ്യത്തിന് ആ ഒരു ചെറിയ എക്സെൻട്രിക് ഒട്ടിക്കുന്നത്. അതെ അതെ, ആ ഒരു എക്സെൻട്രിക് ക്യാരക്ടർ. പിന്നെ ഒരു റോയൽ ബ്രാഹ്മിൻ വില്ലേജ് ഗേൾ, അതും ആ ഒരു ക്യാരക്ടർ ചൂസിങ് വന്ന് നോക്കിയെടുത്തതാണോ? ഓക്കെ, മലയാളത്തിൽ ഇങ്ങനെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട്? ഇല്ല, വിചാരിച്ചിരുന്നില്ല. പക്ഷെ കിട്ടിയ ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിരുന്നു. പിന്നെ പല കാരണവശാൽ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, പലതും വെച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ചിലപ്പോൾ എന്താ സ്റ്റോറിയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഒരു ബോൾഡ്നെസ്സിൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സ്ക്രീനിൽ കാണിക്കാന്നുള്ള ആ ഗ്ലാമർ കോഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ, അത് എന്നിലില്ല, ഞാൻ അതിലില്ല. ഒരു മോഡേൺ ഡ്രസ്സ് ഇടാനുള്ള അതിൻ്റെ ഒരു ഇത് പരിധിയുണ്ട്. മുഖില രാജ്യത്തിൽ അൾട്ടിമേറ്റ് ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സർപ്രൈസ് ആവും. ഞാൻ ഇതുവരെ ഒരു സിനിമയിൽ പോലും ഞാനൊരു സ്ലീവ്ലെസ്സും കൂടി വെച്ചിട്ടില്ല, ഇട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിലും ഇട്ടിട്ടില്ല. അല്ല, എൻ്റെ മനസ്സാണ് ഞാൻ പറയുന്നത്. അത് ഇട്ടവർ കൊള്ളൂല എന്നല്ല, അതൊന്നുമല്ല. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഞാൻ ഒട്ടും അങ്ങനെ ഗ്ലാമറസ് അല്ല, ഗ്ലാമറസ് ആയിട്ട് ചിന്തിക്കില്ല. ഞാൻ പെർഫോമൻസിനെ കുറിച്ച് ചിന്തിക്കും.
മോഡേൺ ഡ്രസ്സ് എന്നാൽ പോലും അതിലൊരു എന്താ വേണ്ടത്, ഒരു ഗ്രേസ് ഉണ്ടാവണം. അങ്ങനെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് ഉള്ളത്. അതുകൊണ്ട് കുറേ സബ്ജക്ട്സ് ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു 4-5 സബ്ജക്ട്സ് വന്നാൽ അതിൽ ഒരെണ്ണം. പിന്നെ എനിക്ക് 4 ലാംഗ്വേജ് ഉണ്ടായിരുന്നു, തമിഴ്, തെലുഗു, കന്നഡ, മലയാളം. അപ്പോൾ ഒരെണ്ണം ഇതിൽ ഒരെണ്ണം അതിൽ, ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അതെ, വർക്ക് ചെയ്തത്. ദാറ്റ്സ് ഹൗ ഐ മെയിൻറ്റെയിൻഡ് ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഹൗ ഐ ചോസ് ദം ഓൾസോ. മാം അതേപോലെ തന്നെ ദിലീപേട്ടന്റെ അമ്മയായിട്ട് മാം വരുമ്പോ ഈ അമ്മ മോൻ കോമ്പിനേഷന്റെ കുറച്ച് കോമഡീസ് വർക്ക്ഔട്ട് ആവും. അയ്യോ ചിരിച്ച് മനുഷ്യനൊരു വഴിയാകും. എസ്പെഷ്യലി ആ കിണറിലേക്കൊക്കെ നോക്കുന്ന സീനില്ലേ, അത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു ലൈക് കയ്യിൽ നിന്ന് എടുത്തിട്ടാണോ ഇങ്ങനത്തെ കോമഡീസ് പറയാൻ പറ്റിയ? കുറേ ഉണ്ടായിരുന്നു, അതുപോലത്തെ കുറേ ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ പടത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, ഈ റൈറ്റർ അതിൻ്റെ 1 ലൈന് പിന്നെ ചെറുതായിട്ടുള്ള ഒരു ഇംപ്രൂവൈസേഷൻ അതൊക്കെ പറഞ്ഞു തരും. അവർ പറഞ്ഞു തന്ന ശേഷം വർക്കൗട്ട് ചെയ്യുമ്പം ദിലീപ് ഇങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചെയ്യാമോ, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, ഒരു പല രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഒരെണ്ണം പെട്ടെന്ന് എല്ലാവർക്കും കിട്ടിപ്പോകും. അപ്പോൾ അതാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ ആ ടൈമിംഗ് ആണ്, ഭയങ്കര ടൈമിംഗ് ആണ്. അത് പിന്നെ ഹീ ഈസ് എന്ത് പറയാനാ, ജീനിയസ് ഓഫ് കോമഡി അല്ലേ. അങ്ങനെയാണ്. സ്പോട്ട് ഇംപ്രൂവൈസേഷൻ ഗോട്ട് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ഓൾ ഹിസ് ഫിലിംസ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ആവാറായി മാം. സോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഐ ഹാവ് 1 question. ഹൂ ഇസ് ദ റിയൽ ഹീറോ ഓഫ് മണിച്ചിത്രത്താഴ്? ലാലേട്ടനാണോ സുരേഷ് ഗോപി സാറാണോ? ഞാൻ പറഞ്ഞോട്ടെ, മധുമട്ടം സാറാണ്. ബട്ട് ഫോർ ഹിസ് സ്റ്റോറി, but for his screenplay, but for his lyrics, this film would not have happened. Yes. Alle? Yes. I feel like everybody, like ആ സിനിമയിലുള്ള എല്ലാവരും ആ സിനിമയിൽ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ പങ്ക് തന്നെയാണ്. ലൈക്ക് ഒരു തീർച്ചയായും. സി അത് ക്രസ്റ്റാണല്ലോ, സ്റ്റോറി സ്ക്രീൻ പ്ലേ എന്നുള്ളത് ഒരു ക്രസ്റ്റാണ്. ആ ക്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ടോപ്പിംഗ് ഇട്ടാലും ഒരു രസവും ഉണ്ടാവില്ല. ടോപ്പിങ്ങിൻ്റെ മാത്രമേ രസം ഉണ്ടാവും. അത് പിന്നെ ഇത് കുറേ ആയിട്ട് പറയുന്നുണ്ടെന്നല്ല, മോഹൻലാൽ സാർ അല്ലാതെ വേറെ ആരാ ക്യാരക്ടർ ചെയ്താലും കൊള്ളൂലായിരുന്നു. പിന്നെ സുരേഷ് ഗോപി സാർ, അവരുടെ ഇതും ക്യാരക്ടറും എന്തൊരു പാവമായി തോന്നിപ്പോകുന്നു. ആ സ്നേഹം അതൊക്കെ എന്തൊരു നന്നായി ഇതായിരിക്കുന്നു. പിന്നെ ഫാസിൽ സാറിന് വാട്ട് എ വിഷണറി, വാട്ട് എ സിനിമ വിഷണറി, ഗ്രേറ്റ് 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 സിനിമ വിഷണറി. അവരിൽ നിന്ന് കുറേ പടങ്ങൾ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. പറ്റിയാൽ മണിച്ചിത്രത്താഴ് പാർട്ട് 2 എടുത്താൽ ഞാനുണ്ടാവും. അവിടെ ഞങ്ങൾക്ക് കാണേണ്ടത് ഇപ്പൊ നമ്മള് നേരത്തെ മാം പറഞ്ഞില്ലേ ഒരു ത്രെഡ്, ഞാൻ ആലോചിക്കട്ടെ, അതാണ് നമുക്ക് ഇനി കാണേണ്ടത്. എനിവേ അത് സാധിക്കുമോ ഇല്ലയോ എന്നത് അറിയില്ല. ബട്ട് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ us also watching it on screen is an amazing experience. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് we all know that you are a great singer അല്ലേ? നന്നായി പാട്ട്. ഗ്രേറ്റ് ഒന്നും അല്ല. ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പാട്ട് പാടി തരുമോ? വരുവാനെല്ലാരുമിങ്ങൊരു നാളും നീ വഴിക്കറിയാം, അതെന്നാലും പ്രിയമുള്ളൊരാളാരും വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാൻ വാങ്ങുമ്പിൽ അതിനായി മാത്രമാറും ഋതുമാറി മധുമാസമണയാറുണ്ടല്ലോ. ബ്യൂട്ടിഫുൾ. തെറ്റിപ്പോയി അല്ലേ? ഇല്ലില്ല, ഓക്കെ. ഞങ്ങൾ ആ ഒരു ഫീൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ, എനിക്കറിയാം ഞാൻ കഷ്ടപ്പെടുത്തുവാണോ എന്ന്. എന്നാലും എൻ്റെയൊക്കെ ടീനേജ് സമയത്തെ
എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഓം ശാന്തി ഓശാനയിലെ വൈനാൻറ്റിയുടെ ഒരു ഡയലോഗ്. അത് ഞങ്ങളിങ്ങനെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുകയാണ് അന്നത്തെ കാലത്തെ പിള്ളേര്. മാം ഒന്ന് ഗസ് ചെയ്യാമോ ഏതാ ഡയലോഗ്? ഒന്ന് പറയൂ. അതായത് മോളെ, ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. ആ ഡയലോഗ് മാമിന് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഓ, അത് അത്ര ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല എവിടെയും. ഞാൻ ഓർക്കുന്ന ഒരു ഡയലോഗുണ്ട്, അത് പറയാം. ഓം ശാന്തി ഓശാനയുടെ അല്ല, പെരുന്തച്ഛൻ്റെ ആദ്യത്തെ ദിവസം അവർ 3-4 വഴി എനിക്ക് തന്നിട്ട് എനിക്ക് പറയാൻ പറ്റാതെ പോയി, പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ ഡയലോഗാണ്. അത് കേൾക്കാം, എന്ന് ഓർത്ത് പറയാം. MT സർ പഠിപ്പിച്ച ഡയലോഗാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. നിയമം തെറ്റിക്കണമെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു. 16 കൊല്ലവും 12,000 പണവും ചെലവാവും വരെ കാത്തു നിൽക്കേണ്ടിയിരുന്നില്ല. അനുഗ്രഹിച്ചവരുടെയൊക്കെ ശാപവും ഏറ്റുവാങ്ങിയാലേ തൃപ്തിയാവുന്നുണ്ടോ? ഇതായിരുന്നു. For these reasons, you people are called legend. എന്തായാലും I feel so honored മാമിനെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ. Thank you so much. ഈ ഒരു conversation I'll always treasure. Thank you, ma'am. Thank you so much. Meenakshi, and I wish you all the best. I wish you a great success in all your ventures. Thank you so much, ma'am. Okay, bless you. Thank you.